സജി ചെറിയാന്റെ നിലപാട് തള്ളി കേരള കോൺഗ്രസ് എം. സജി ചെറിയാന്റേത് സർക്കാർ നിലപാടല്ലെന്ന് ജോസ് കെ മാണി. ക്രൈസ്തവ സഭകളെ ആദരവോടെയാണ് സർക്കാർ കാണുന്നത്. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ സഭ സ്വീകരിച്ച ശക്തമായ നിലപാട് എല്ലാവർക്കും അറിയാമെന്നും ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എമ്മിനെതിരായ വിമർശനങ്ങൾക്കും ജോസ് കെ മാണി മറുപടി നൽകി. മണിപ്പൂരിൽ ആദ്യം സന്ദർശനം നടത്തിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മെന്നും ജോസ് കെ മാണി പറഞ്ഞു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഒടുവിൽ ജോസ് കെ മാണിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ജോസ് കെ മാണി പറഞ്ഞത്? ഈ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ഒരു നീക്കമാണ് ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്ന് കർദിനാൾ തന്നെ അതിനെതിരെ സർക്കാരുമായി ഇനി സഹകരിക്കില്ല എന്ന നിലപാട് KCBCയുടെ ഭാഗമായി പ്രഖ്യാപിക്കുമ്പോൾ അത് കേരള കോൺഗ്രസ് എമ്മിനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണി ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ്, ഒരു പ്രസ്താവന മാത്രം ഇറക്കിക്കൊണ്ട് പ്രതികരിക്കുന്നത്. രാവിലെ NSS ആസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് അങ്ങനെ പ്രതികരിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത്. എന്തായാലും കർദിനാൾ ഉൾപ്പെടെയുള്ളവരുടെ വാർത്താ സമ്മേളനം എല്ലാം കഴിഞ്ഞതിന് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വാർത്താക്കുറിപ്പ് വരുന്നത്. എന്തായാലും സജി ചെറിയാന്റെ നിലപാട്, അതായത് സജി ചെറിയാന്റെ നിലപാടെന്ന് പോലും ജോസ് കെ മാണി പറയുന്നില്ല. ഈ സർക്കാരിന് സഭകളോട് ആദരവാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന നിലപാടൊന്നും സർക്കാർ നിലപാടുകളല്ല എന്ന് മാത്രം ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുത്തതാണ് ക്രൈസ്തവ സഭകൾ. അതുപോലെ തന്നെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ സഭാധ്യക്ഷന്മാർ പങ്കെടുക്കുന്നത് പുതിയ കീഴ്വഴക്കമല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത് വിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒന്നും രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമല്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് കേരള കോൺഗ്രസ് എം തങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി ശ്രീജിത്ത്, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഈ വാർത്താക്കുറിപ്പിന് അപ്പുറത്തേക്ക് ഒരു പ്രതികരണം കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇനി, പ്രത്യേകിച്ച് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ? പ്രതികരിക്കാൻ ഉള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ അശ്വതി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതിനൊരു മുൻ ചരിത്രം കൂടിയുണ്ട്. തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലയിലെ നവകേരള സദസ്സിൽ വെച്ച് അദ്ദേഹത്തിനെതിരായ ചില പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം ഏതാണ്ട് ഒരു മാസം അടുക്കുമ്പോൾ പോലും ഒരു വാക്ക് പോലും മിണ്ടാൻ ഈ ഇരു നേതാക്കളും തയ്യാറായിട്ടില്ല. വൈക്കത്തെ വേദിയിൽ വെച്ച് ജോസ് കെ മാണി പ്രതികരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ മാത്രമാണ് തോമസ് ചാഴിക്കാടന്റേതായ ഒരു പ്രതികരണം പുറത്തു വന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞതും ശരിയാണ്, താൻ പറഞ്ഞതും ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഊരി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് കേരള കോൺഗ്രസ് എം. പക്ഷെ ഒരു പ്രതിസന്ധിയുള്ളത്, കത്തോലിക്ക വോട്ടുകൾ കാര്യമായി കിട്ടുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അതുവഴിയാണ് ഇടതുമുന്നണിക്കും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ നേട്ടമുണ്ടാക്കാനായത്. ആ വിഭാഗത്തെ അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒട്ടും ഗുണപരമാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനൊരു വാർത്താക്കുറിപ്പുകളിലൂടെയെങ്കിലും തങ്ങൾ പ്രതിഷേധിച്ചു എന്ന് വരുത്താനുള്ള ഒരു ശ്രമം കേരള കോൺഗ്രസ് എം നടത്തുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതിനപ്പുറത്തേക്ക് കാര്യമായ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വയ്യ. അശ്വതി, ശരി. എന്തായാലും